ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി റെഡി ആയിട്ട് എങ്ങോട്ടേക്കാണ് പോകണേന്നൊക്കെ ഞാൻ വഴിയേ പറഞ്ഞുതരാം. എങ്കിൽ പോലും എൻ്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാണ് ഞാനിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകണേന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ റെഡിയാക്കി അതുപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇറങ്ങണമെന്ന്. പക്ഷെ ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാറില്ല, പ്ലാൻ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും നടക്കാറുള്ളത്. ഹെയർ പോലും നന്നായിട്ടൊന്ന് സെറ്റാക്കാൻ പറ്റിയില്ല. വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഡ്രസ്സ് ഇട്ട് നോക്കിയത് അന്നേരം നല്ല ടൈറ്റായിരുന്നു, സിബ്ബ് വെക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ കിട്ടിയ സമയം കൊണ്ട് സിബ്ബ് അറ്റാച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഹെയർ ഒന്നും സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല, ഗെറ്റ് റെഡി വിത്ത് മീ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് പെട്ടെന്നാണ് ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോണതിന് മുന്നേ തന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ആകെ വിഷമം എന്ന് വെച്ചാൽ ഹെയർ അങ്ങോട്ട് സെറ്റാക്കാൻ പറ്റിയില്ല, വിചാരിച്ചെനക്ക് അങ്ങോട്ട് റെഡി ആയിട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മളെല്ലാവരും കൂടി ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവമാണ്. അങ്ങനെ ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ഫൈനലി വീടെത്തി. ചെന്ന ഉടനെ അമ്മ താണ്ട് ഫുഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ വെള്ളം ഉണ്ടമ്പോ താണ്ട് എന്റെ വെള്ളം ഇരിക്കുന്നു. അമ്മ ജ്യൂസ് എടുക്കണ്ട, ജ്യൂസ് വെച്ചേക്ക്. ഞങ്ങളത് വീഡിയോ കണ്ടന്റ് അതൊക്കെ ഉണ്ട്. ചീനി അതിന്റെ കൈ മുറിഞ്ഞു. തികഞ്ഞില്ലേ ചീനി? ചീനി തികഞ്ഞില്ലേ? ചീനി തികഞ്ഞില്ലായിരുന്നു. എന്തതിന് കൈ കൂടെ കൈയൊക്കെ മുറിഞ്ഞോ? എല്ലാം മുറിഞ്ഞു. ഇവിടെ മുറിഞ്ഞു, ഇവിടെ മുറിഞ്ഞു, ഇവിടെ മുറിഞ്ഞു, എല്ലാടും മുറിഞ്ഞ. അങ്ങനെ എനിക്കുള്ള ഫുഡ് താണ്ട വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഈ ഒരു ഡ്രസ്സാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ എന്താ വണ്ടി ഇരുന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ, മാരേജ് കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിയിലാണ്. ഇങ്ങോട്ടേക്ക് വന്നാലും ഞാൻ വണ്ടിയിൽ തന്നെ ഇരിക്കും. അച്ഛനും അമ്മ ആരെങ്കിലൊക്കെ അകത്തേക്ക് കയറത്തുള്ളൂ. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇല്ലായിരുന്നു, ആളിന്ന് ഹാഫ് ഡേ ലീവാണ്. അതുകൊണ്ട് തന്നെ ആൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ ഫുഡ് കഴിച്ചിരിക്കണം. അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഇപ്പോൾ തൻ്റെ ശ്രീകുട്ടിയും വന്നിരിപ്പുണ്ട്. ചോറ് കഴിക്കുകയാണ് ഉണ്ണി. അതെ, അവള് ഫുഡ് കഴിച്ചില്ല, ഞാൻ വണ്ടിയിൽ നിന്ന് കഴിക്കും. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ഞാൻ 11 മണിക്ക് ഒരു ബിരിയാണി അടിച്ചു. ബിരിയാണി കഴിച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ച് കൊച്ച് ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ട് അവള് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത്രയ്ക്ക് ആഡംബരമൊന്നുമില്ല. അപ്പൊ ബിരിയാണി കഴിച്ചു. ബിരിയാണി എവിടുന്ന്? ബിരിയാണി എനിക്ക് ശീല മാമി തന്നു. എനിക്ക് പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സംസാരമൊക്കെ കയറി വരുന്നു. അതിനൊന്ന് ഓക്കെ ആവണമെങ്കിൽ ഒന്ന് ഇതായിട്ട് വരണം. ഓക്കെ, എവിടെ നിന്നായിരുന്നു ബിരിയാണി? ഷീലാമി തന്നു. ഓക്കെ, അപ്പൊ കൊച്ചു ബിരിയാണിയൊക്കെ കഴിച്ചു. ഞാൻ എന്തായാലും ചോറ് കഴിക്കട്ടെ. അപ്പൊ ചോറിന് മീൻകറി ഉണ്ട്, അല്ല തോരനുണ്ട്, കടുമാങ്ങയുണ്ട്, ഇഞ്ചി ഉണ്ട്, ചീനിയുണ്ട്, ചിക്കൻ ഉണ്ട്, സലാഡുണ്ട്, മീൻകറി ഉണ്ട്. മീൻകറി പിന്നെ പരിപ്പ്, പപ്പടം ഉണ്ടായിരുന്നു. ആദ്യം കിട്ടിയ പാടെ തന്നെ ഞാൻ കഴിച്ചു അത്. അങ്ങനെ ഞാൻ ആർട്ടിഫിഷ്യൽ ആയിട്ടാണോ സംസാരിക്കുന്നത്? അല്ല ഒട്ടുമല്ല. എടാ, ഇന്നത്തെ വിശേഷങ്ങൾ എന്തെന്ന് പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും. ഇന്നത്തെ വിശേഷം ഇന്ന് ഇവിടെ ഉത്സവമാണ്. അതെ, ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ ഞാനിതൊരു അമ്പലത്തിൽ പോയിട്ടില്ല. ഇതുവഴി വരുമ്പോഴത്തേക്ക് നമ്മൾ അമ്പലം കണ്ടിട്ടുണ്ടല്ലാതെ കമ്മലയുടെ നാടുന്നു. ഞാൻ ഇന്നലെ മേടിച്ച കമ്മലാണ്. ഗൈസ്, എങ്ങനെ ഉണ്ട്? കൊള്ളാമോ? അപ്പോഴേ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പൊ അത് പ്രമാണിച്ച് വന്നതാണ്. എല്ലാരും അകത്തുണ്ട്, ഞാൻ അകത്തൊക്കെ കയറത്തില്ല. സോ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാൻ. എന്നിട്ട് ഉത്സവത്തിന് ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് പോകും. ഓക്കെ, ശരി എന്നാ, ബൈ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അതിന് ശേഷം വണ്ടിയിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുമ്പോഴത്തേക്ക് ആരമത വന്ന് കയറി. അവൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് സമയം എൻ്റെ കൂടെ വന്നിരിക്കാൻ വന്നതാണ്. നമ്മുടെ ശ്രീകുട്ടി ഫുഡ് കഴിക്കാനായിട്ട് കയറിപ്പോയി. പിന്നെ അതിനിടയ്ക്കിട്ട് ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ആരമലൊക്കെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ തന്നെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി നൈറ്റേ വീട്ടിലേക്ക് തിരിച്ചു പോകത്തുള്ളൂ ഉത്സവമൊക്കെ കണ്ടതിന് ശേഷം. അങ്ങനെ അവരൊക്കെ അങ്ങ് വീട്ടിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാനും ശ്രീകുട്ടിയും കൂടി തൊട്ടടുത്ത് കസിൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണേ. അപ്പോൾ കസിൻ ആരാന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മുവാണ്. അമ്മുവിനെ അറിയാമോ? ഞാൻ നമ്മുടെ ലൈവിലും അതുപോലെ തന്നെ ഒരു ദിവസം ലോങ് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനിപ്പോൾ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അങ്ങോട്ടേക്ക് വന്ന് മുടിയൊക്കെ ഒരു പരിവായിട്ട് കിടക്കുകയാണ് ഗൈസ്. പിന്നെ പോകാൻ നേരം വേണം ഹെയറൊക്കെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഉത്സവത്തിന് പോകാൻ നേരം. അപ്പോൾ ഞാൻ ഓരോരുത്തരെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ശ്രീകുട്ടി ഇതിനകത്ത് ക്യാമറ ഇത് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ബ്ലൂ ഡ്രസ്സ് ഇട്ടത് മണിക്കുട്ടി, പിങ്ക് അമ്മു, ബ്ലാക്ക് നമ്മുടെ ശ്രീകുട്ടി, യെല്ലോ ഞാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ചെണ്ടമേളം കേട്ട് ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ചെണ്ടമേളം അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. 2 വരെ ഞങ്ങൾ കണ്ടോളൂ. അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് വായി നോക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്ത് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ തന്നെ വണ്ടിയിലേക്ക് കയറി ഒന്ന് പുറത്തേക്ക് പോവുകയാണ്.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കറങ്ങി തിരിഞ്ഞ് തൻ്റെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നേരെ ഇങ്ങോട്ടേക്കും പോകണേന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ നോട്ടം നാട്ട് ഇങ്ങോട്ടേക്കേ പോത്തുള്ളൂ. നേരെ വന്ന് ഞാൻ നോക്കണേ ഇതിൻ്റെ അകത്ത് ഏത് എടുക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ചോക്ലേറ്റ് തന്നെ സെലക്ട് ചെയ്തു. കാരണം ഞാൻ ചോക്ലേറ്റ് പ്രേമി ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അത് മേടിച്ചു. പിന്നെ അത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വേറെ എന്തെങ്കിലും മേടിക്കണോ, വേണ്ട ചോക്ലേറ്റ് തന്നെ മതി. കാരണം ഫുഡ് കഴിച്ച് ഒന്നാമതേ എൻ്റെ വയറൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് പായസവും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് അത് മേടിച്ചു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ബ്രൗണിയുടെ മണം വരുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബ്രൗണിയും വേണം. അങ്ങനെ ബ്രൗണി എടുത്തു, ഒരു ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമും എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ മേടിച്ച് ഇങ്ങനെ നിന്ന് അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു ഷോപ്പിൻ്റെ പേര് മറന്നു കേട്ടോ. ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഐസ് ബേ ആണെന്ന് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഐസ് ബേയിലാണ് വന്നേക്കുന്നത്. ഏതാണ്ട് തുണിക്കൊണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ. ഒരാൾ അമൽനാഥ്, ഒരാൾ സജിൻ. ഇതിൻ്റെ അമൽനാഥിനെ ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, എൻ്റെ പെണ്ണ് കാണൽ വീഡിയോയിൽ കൂട്ടുകാരനായിട്ട് വരുന്നത്. ഇത് പയ്യൻ്റെ കൂട്ടുകാരനായിട്ട് വന്ന ഒരാളായിരുന്നു നമ്മുടെ അമൽനാഥ്. പിന്നെ മറ്റത് സജിൻ. അങ്ങനെ പിന്നെ ഐസ്ക്രീം മേടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സമയം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഐസ്ക്രീമിന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ, ഞാൻ മേടിച്ചില്ല. എനിക്ക് മേടിച്ച് ഉന്നുകൂടിന് കൊടുത്തിട്ട് പറഞ്ഞ് കുറച്ച് സമയം മതി, എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. ഐസ്ക്രീം ഇരുന്നാൽ എൻ്റെ മൊത്തം ശ്രദ്ധ അതിൻ്റെ അകത്തേക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനങ്ങനെ വലിയ ആയുസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വേഗം തന്നെ വീഡിയോ കട്ട് ചെയ്ത് എനിക്കുള്ള ഐസ്ക്രീം ഞാൻ മേടിച്ചിട്ടുണ്ട്. കാരണം എനിക്കത് നോക്കിയിരിക്കാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ എത്ര കിട്ടിയാലും എനിക്ക് മതിയാവാത്തൊരു സാധനമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കും അറിയാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ബ്രൗണിയും അതുപോലെ തന്നെ ജ്യൂസൊക്കെ മേടിച്ച്. അങ്ങനെ ജ്യൂസ് ഞാൻ കുറച്ച് മാത്രം കഴിച്ചു. പിന്നെ എനിക്കുള്ള ബ്രൗണി കൊണ്ടുവന്നിട്ടുണ്ട്. ബ്രൗണി നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം വെച്ചാൽ നല്ല ടേസ്റ്റുള്ള ബ്രൗണി ആയിരുന്നു. അങ്ങനെ അവന് ഉണ്ണിക്കുണ്ണിന് ഇഷ്ടമുള്ള ഏതോ ഒരു ഐസ്ക്രീം എടുത്ത് അവൻ കഴിക്കുന്നുണ്ട്. അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അടുത്ത കസിൻ്റെ വീട്ടിലേക്കാണ്. ഇത് അടുത്ത കസിൻ. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ കസിൻസും താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഐശ്വര്യ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. ചെന്നപ്പോഴത്തേക്ക് ചേച്ചി ഇല്ലായിരുന്നു, ചേച്ചിയുടെ അമ്മ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വിചാരം ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കുകയാണെന്ന്. വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കാണ് കാണുന്നത് മുഖമൊന്നും നല്ല കൃത്യമായിട്ട് കിട്ടിയില്ല എന്നുള്ള കാര്യം എൻ്റെ ഒരു കാര്യം. ശരിക്കും ആ സമയത്ത് ഞാൻ ഫോണിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് മുഖം നന്നായിട്ട് കിട്ടാഞ്ഞത്. എങ്കിലും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എന്നപ്പോഴത്തേക്ക് ചേച്ചിയും ചേട്ടനും ഒന്നും അവിടെ ഇല്ലായിരുന്നു. അവർക്ക് ഇനി വരത്തുള്ളവർ രണ്ടുപേരും ഒരു ക്ലാസ്സിന് പോയിക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരിനി വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഐശ്വര്യ ചേച്ചിയുടെ അമ്മ. അപ്പോൾ ചേച്ചിയും ചേട്ടനൊക്കെ അവർ വന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ അച്ഛൻ ഇതുപോലെ വിളിച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പരിചയപ്പെട്ടു. അപ്പോൾ ഇത് ശ്രീക്കുട്ടിയുടെ മേക്കപ്പ് ബോക്സ് ആട്ടോ ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തത്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചു. ഞങ്ങൾ സ്ട്രെയിറ്ററൊക്കെ ആയിട്ടാണ് വീട്ടിൽ നിന്ന് വന്നേക്കുന്നത്. ഇനി ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കണം, അതാണ് ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം. അങ്ങനെ സംസാരിച്ചിട്ട് ഇപ്പോൾ തന്നെ നേരെ ഞങ്ങൾ അകത്തേക്ക് കയറും. അകത്തേക്ക് കയറിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇവിടെ 2 പട്ടിക്കുട്ടന്മാരുണ്ട് കേട്ടോ. അവന്മാർ എൻ്റെ അകത്തിടന്ന് കുറയ്ക്കുകയാണ്. അവന്മാരെ ഈ റൂമിൻ്റെ അകത്ത് അവന്മാരെ ഇങ്ങനെ അടച്ചിട്ടേക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാനിനി മുകളിൽ കയറിയിട്ട് വേണം ഇറക്കി വിടാനായിട്ട്. അപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഓടി വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ പേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവന്മാരെ എൻ്റെ അകത്ത് പൂട്ടിയിട്ടേക്കുവാണ്. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഐശ്വര്യ ചേച്ചിയുടെ മൂത്ത ചേച്ചി ഇതാണ്. പിന്നെ അവരുടെയൊക്കെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ നേരെ ഇങ്ങനെ കയറി പോവുകയാണ്. എനിക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രഷ് ആവണം. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇനി പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ, മുടി ഒന്ന് സെറ്റാക്കണം, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. കാരണം മുടിയൊക്കെ ഒരു പരുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ലുക്ക് വരുന്നത്. സ്കേർട്ടും അതുപോലെ തന്നെ ഉടുപ്പുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ലൈറ്റ് ഇല്ല. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ലൈറ്റൊന്നും അറിയത്തില്ല. അങ്ങനെ ശ്രീക്കുട്ടി പറഞ്ഞു അതാണ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ട് ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. അപ്പോൾ രാവിലെ വന്ന ഒരു കോലത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കോലം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നേ, ഇനി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റാകണം. അപ്പോൾ എന്നാൽ ഓക്കെ, ഞാൻ പോയിന്ന് റെഡി ആവട്ടെ കേട്ടോ. അങ്ങനെ റെഡി ആയിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഞാൻ ഉണ്ണിക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹെയർ ഒന്ന് അഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുള്ളൂ. ക്ലിപ്പ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടെടുക്കുകയാണെങ്കിൽ പിടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഇപ്പോഴത്തെ ചൂടിൻ്റെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ അന്നേരം തന്നെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ റെഡിയായി അങ്ങോട്ടേക്ക് വന്നു. ഞങ്ങൾ ഇനി ഇവിടെ നിന്നാണ് എല്ലാവരും കൂടി ഉത്സവത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ അടച്ചിട്ടിരുന്ന ഒരാളെ അയച്ചു വിട്ടിട്ടുണ്ട്. ആൾ കുറച്ച് നേരം എൻ്റെ അടുത്തൊന്നും ഇങ്ങനെ കുറച്ചുകൊണ്ട് വന്ന് എന്നെ ഇങ്ങനെ നോക്കിയത് ആരിത് എന്നുള്ള രീതിയിൽ എന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവ മാത്രമല്ല ഇനി ഒരാളും കൂടി ഉണ്ട്. പക്ഷേ ഞാൻ ഇവരെ പേരങ്ങോട്ട് മറന്നുപോയി കേട്ടോ. ശ്രീക്കുട്ടി എന്തോ പേരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേര് വിട്ടുപോയി. അപ്പോൾ ഒരാളും കൂടി ഉണ്ട്, ഞാൻ അവനെ കൂടി കാണിച്ചു തരാം. അങ്ങനെ വന്ന ഉടനെ അവനും എന്തെങ്കിലും നോക്കുന്നുണ്ടായിരുന്നു. ഇത് ആരും ഈ ഒരു പുതിയ ആളെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇതാണ് അടുത്ത ആൾ. ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ മെയിൻ 2 ആളുകൾ എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിനെ കാണിച്ചു തരാം. ചേച്ചിന്ന് ഇതേവരെ വീഡിയോസിലൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇതാണ് ഐശ്വര്യ ചേച്ചി. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പം ചേട്ടൻ ഇതുപോലെ മുകളിലേക്ക് റെഡി ആവാനായിട്ട് പോയി. അതെ,
ചേച്ചിയൊക്കെ നാളെ വെളുപ്പിന് തന്നെ തിരിച്ചു പോകും. ചേച്ചിയുടെ വീട് തൃശ്ശൂരാണ്. ചേച്ചിയുടെ വീട് മീൻസ് ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പം ചേച്ചിയും ചേട്ടനും നാളെ വെളുപ്പിന് തന്നെ പോവും. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വന്നു. അമ്മ വീട്ടിൽ നിന്ന് കഥമൊക്കെ പൂട്ടിയിട്ട് വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ താണ്ട് എൻ്റെ അടുത്ത് വീണ്ടും വന്ന് എന്നെ നോക്കും, വീണ്ടും തിരിഞ്ഞ് നടക്കും, പിന്നും വന്ന് നോക്കും, എന്നെ നോക്കി 2 കുര വരയ്ക്കും, പിന്നെ എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കും, പിന്നെയും നടന്നു. അതായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ആളും വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക്. അങ്ങനെ പിന്നെ കറങ്ങി തിരിഞ്ഞ് അവരങ്ങ് പോയി. അങ്ങനെ തണ്ടേ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് പോകണം. എൻ്റെ മുടി തണ്ടേ പഴയ കോലത്തിലേക്ക് പോവാണ്. അതങ്ങനെ കേട്ടോ. എൻ്റെ ഹെയർ എത്ര സ്ട്രൈറ്റൻ, അതായത് ടെമ്പററി ആയിട്ട് സ്ട്രൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ മുടി അത്രയും നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കത്തില്ല, വീണ്ടും പഴയ കോലത്തിലേക്ക് പോവും. അങ്ങനെ മുടി പഴയ കോലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതാണ്ട് ഇപ്പോൾ എന്താണ് എൻ്റെ പഴയ മുടിയുടെ അതേ അവസ്ഥ തന്നെ ആയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ മുടി മുടിയുടെ കാര്യം ഞാൻ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയുടെ കാര്യം വിട്ട് കളഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഉത്സവം കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇത്രയും കെട്ടുകഴിച്ചും ഫ്ലോട്ടും വണ്ണയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതാണ് കേട്ടോ. ഞാൻ കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. മുമ്പ് എപ്പോഴും ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ എങ്ങനെയായിരിക്കും നടക്കുന്നതെന്നുള്ളത്, എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് പിന്നെ മനസ്സിലായത്. താഴെ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതുവഴിയാണ് അവരുടെ കണ്ണിങ്ങനെ പുറത്ത് കാണാൻ പറ്റും. അതായത് ഇതുപോലെ നെറ്റ് പോലെ അടിച്ചിട്ടുണ്ട്, അതുവഴിയാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, ഒരു വെറൈറ്റി ആയിരുന്നു. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊല്ലത്ത് ഇത്രയും വലിയ ഉത്സവം ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് ഭയങ്കര ഉത്സവമായിരുന്നു. കുറേ സമയം ഉണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നു ഒരു സന്ധ്യ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഉത്സവമാണ്. ഉത്സവം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വീട്ടിലേക്ക് പോകണ്ടേ. അതുകൊണ്ട് അങ്ങനെ ഉത്സവമൊക്കെ ഒരുവിധം കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം എന്നെ യാത്ര അയക്കാനായിട്ട് ഉണ്ണിക്കുട്ടനും ശ്രീക്കുട്ടിയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പോണ വഴിക്ക് തന്നെ ബീച്ചിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഉപ്പിലിട്ട പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. അപ്പോൾ ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് ചെയ്യില്ല. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. അങ്ങനെ പൈനാപ്പിളും മേടിച്ച് വെച്ച് നേരെ വണ്ടി കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇനി നേരെ ചെന്ന് കിടക്കുകയല്ല, നേരെ ചെല്ലുക, ഫ്രഷ് ആവുക, കിടന്നുറങ്ങുക. അപ്പോൾ ഇന്നത്തെ ഒരു ഡേയിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതാണ്. അപ്പോൾ ശരിക്കും പിന്നെ നന്നായിട്ട് അടിച്ചു പൊളിച്ചൊരു ദിവസമാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ദിവസം എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ടാറ്റ. അപ്പോൾ ഇന്നത്തെ ഡേയിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ.